പുതിയ നിയമത്തിൽ വളരെ പരാമർശിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് എഫസോസ്. അപ്പോസ്തല പ്രവൃത്തിയിലെ ലേഖനങ്ങളിലെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മളെ ആ പേര് കാണും. എഫസോസ് എന്ന വാക്കിന്റെ അർത്ഥം അഭികാമ്യം, കൊള്ളാവുന്നത്, ആഗ്രഹിക്കത്തക്കത് എന്നൊക്കെയാണ്. എഫസോസിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുമ്പോൾ റോമൻ പ്രവിശ്യയായിരിക്കുന്ന ആസിയുടെ തലസ്ഥാനമാണ്. റോമാ സാമ്രാജ്യത്തിലെ 5 പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് എഫസോസ് എന്ന് പറയാറുണ്ട്. ഒരു തുറമുഖ നഗരം, അതുകൊണ്ട് തന്നെ സമ്പന്ന നഗരം, ഒത്തിരി കച്ചവടങ്ങൾ നടന്നിരുന്ന നഗരം. എഫസോസിന്റെ മറ്റൊരു പ്രത്യേകത പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന ആർത്തമീസ് ദേവിയുടെ ഒരു പടുകൂറ്റൻ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. എഫസോസ് പട്ടണം ആർത്തമീസ് ദേവിയുടേത് ആണെന്ന് അവിടുത്തെ വിജാതിയർ വിശ്വസിച്ചു വന്നിരുന്നു. അങ്ങനെ വിഗ്രഹാരാധനയുടെ പട്ടണം. ഈ ആർത്തമീസ് ദേവിയുടെ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ തട്ടാന്മാർ ധാരാളമായി വിറ്റ് ധനം സമ്പാദിച്ചിരുന്നു. അങ്ങനെ അവരുടെ ജീവിതാവശ്യങ്ങൾ നടക്കുകയും അവരിൽ അനേകർ ധനികരായി തീരുകയും ചെയ്തു. എഫസോസിൽ മൃഗയുദ്ധങ്ങൾ നടക്കുന്നത് സാധാരണമായിരുന്നു. മൃഗങ്ങളെ തമ്മിൽ പോരിനിറക്കുക, മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ പോരാട്ടം നടത്തുക, ഇങ്ങനെയുള്ള മൃഗയുദ്ധങ്ങളും സാധാരണമായിരുന്നു. ധാരാളം മന്ത്രവാദം, ആഭിചാരം, കൈനോട്ടം ഇത് എഫസോസിലുണ്ടായിരുന്നു. ഇങ്ങനെ ആത്മീയ വീക്ഷണത്തിൽ പറഞ്ഞാൽ ഒരു സഭ ഉളവാകുവാൻ സാധ്യത കുറവുള്ള വളരെ കഠിനത നിറഞ്ഞൊരു സ്ഥലമായിരുന്നു എഫസോസ്. പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ അക്കില്യാവും പ്രിസ്കില്ലയോടും ചേർന്ന് അവിടെ എത്തുന്നുണ്ട്. അവിടെ അധികം നാളൊന്ന് പൗലോസ് താമസിച്ചില്ല. തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊരു തുടക്കമൊക്കെ ഇട്ട ശേഷം പൗലോസിങ് തിരികെ പോന്നു. അവിടെ താമസിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടെങ്കിലും പൗലോസ് ദൈവനിയോഗത്തോടെ മടങ്ങി വന്നു. എന്നാൽ പൗലോസിന്റെ 3ാം മിഷണറി യാത്ര പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് എഫസോസിലാണ്. പൗലോസ് തന്റെ 3ാം മിഷണറി യാത്രയിൽ എഫസോസിലെത്തി. അവിടെ എത്തിയപ്പോൾ 12 ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവരുടെ സ്നാനം ശരിയായ സ്നാനമായിരുന്നില്ല. കാരണം സ്നാന സമയത്ത് സ്നാനപ്പെടുത്തുന്നയാൾ ദൈവഭൃത്യൻ പറയുന്നതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അപ്പോൾ ആ നാമം പോലും കേട്ടിട്ടില്ലെങ്കിൽ ഇവർ ക്രിസ്തു കൽപ്പിച്ച സ്നാനം ഏറ്റിട്ടില്ല എന്ന് പൗലോസിന് മനസ്സിലായി. അപ്പോൾ പൗലോസ് എടുത്ത് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു, യോഹന്നാൻ പ്രസംഗിച്ച മാനസാന്തര സ്നാനം. പൗലോസ് അവർക്ക് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു. അവരെ കർത്താവ് കൽപ്പിച്ച സ്നാനം, ക്രിസ്തു കൽപ്പിച്ച സ്നാനം അവർക്ക് കൊടുത്തു. അതിനുശേഷം അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ചു, പ്രവചിച്ചു. അങ്ങനെ വലിയ ഒരു പ്രവൃത്തിക്ക് തുടക്കമിടുക. തുടർന്ന് പൗലോസ് 3 മാസത്തോളം യഹൂദ സുന്നഗോഗുകളിൽ പ്രസംഗിച്ച് അവരിൽ അനേകരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തി. 3 മാസത്തിന് ശേഷം യഹൂദന്മാരിൽ വിശ്വസിക്കാത്തവരൊക്കെ പൗലോസിനെ ദൂഷിച്ചു. അപ്പോൾ വിശ്വസിച്ചവരെ ചേർത്ത് മാറ്റിക്കൊണ്ട് തുറന്നോസിന്റെ പാഠശാലയിൽ 2 വർഷത്തോളം അനുദിനം പൗലോസ് അവരെ വചനം പഠിപ്പിച്ചു. ഈ സമയത്ത് പൗലോസിൽ കൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കാൻ അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. പൗലോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്നത് അനേകരെ ചിന്തിപ്പിച്ചു, ആകർഷിച്ചു. മഹാപുരോഹിതനായിരിക്കുന്ന സ്കോവയുടെ 7 മക്കൾ ദുരാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. അവർ യഥാർത്ഥമായി ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടൊന്നുമല്ല ഈ നാമം തങ്ങളുടെ നാവ് കൊണ്ടെടുത്തു. ദുരാത്മാവ് നിറഞ്ഞ മനുഷ്യൻ ഈ മഹാപുരോഹിതന്റെ മക്കളെ കയറി ആക്രമിച്ചു. അവർ നഗ്നരും മുറിവേറ്റവരുമായി ഓടിപ്പോകേണ്ടി വന്നു. കാര്യം നാട്ടിലെല്ലാം പാട്ടായി. അനേകർ യേശുക്രിസ്തുവിന്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തു എന്ന നാമത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ കൂടെ പാപമോചനം പ്രാപിക്കുകയും എഫസോസിലെ ദൈവസഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്തു. മന്ത്രവാദികൾക്കും ഭയം തട്ടി. അനേകർ തങ്ങളുടെ മന്ത്രവാദങ്ങളെ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്നു. 50,000 വെള്ളിക്കാശ് വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങൾ തീരിട്ട് ചുട്ടുകളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പൗലോസ് അവിടെ താമസിച്ച 3 വർഷങ്ങൾക്കുള്ളിൽ
എണ്ണമറ്റ ജനങ്ങൾ ക്രിസ്തുവിലേക്ക് തിരികുകയാണ്. മന്ത്രവാദങ്ങളെ വിട്ട്, ആഭിചാരങ്ങളെ വിട്ട്, വിഗ്രഹാരാധനകളെ വിട്ട്, യഹൂദമതത്തിൻ്റെ ന്യായപ്രമാണ ആചാരങ്ങളെ വിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ മക്കളായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് തിരികെ ഉണ്ടായി. ദമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ സംഘം വലിയ ലഹളയുണ്ടാക്കി. കാരണം തങ്ങളുടെ വിഗ്രഹങ്ങൾ വാങ്ങാൻ പോലും ആളില്ലാതെ. പൗലോസിൽ കൂടെ വലിയൊരു ഉണർവ്. പൗലോസിൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ശീലാസും തീമത്യോസും ഒക്കെ അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അക്കില്യാവും പ്രിസ്കില്ലയും അവിടെ ഏറിയ നാൾ താമസിച്ചിട്ടുണ്ട്. അപ്പല്ലോസ് എഫെസോസിൽ തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. പിന്നത്തേതിലെ യോഹന്നാനും അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചു, സഭ നയിച്ചു എന്ന് ചരിത്ര സൂചനകളുണ്ട്. ഇങ്ങനെ ബഹുവിധമായിരിക്കുന്ന ശുശ്രൂഷകരുടെ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ വചനങ്ങളും ശുശ്രൂഷകളും ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു നല്ല ആത്മീയ സഭ എഫെസോസിൽ ഉണ്ടായി. മാനുഷികമായ സമ്പന്നത കൊണ്ട് നിറഞ്ഞ എഫെസോസ് പട്ടണത്തിലേക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പൗലോസിൽ കൂടെ, സഹപ്രവർത്തകരിൽ കൂടെ, മറ്റ് ശുശ്രൂഷകരിൽ കൂടെ അവിടെ എത്തി. ആ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ദൈവമക്കൾക്കുള്ള പദവി, അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇത് രണ്ടും ചേർത്തെഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനം. പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ കർത്താവ് യോഹന്നാനിൽ കൂടെ 7 സഭകൾക്ക് ലേഖനം നൽകുമ്പോൾ ആദ്യത്തെ ലേഖനം എഫെസോസ് സഭയ്ക്കാണ് നൽകുന്നത്. അങ്ങനെ പൗലോസിൽ നിന്നും കർത്താവിൽ നിന്നും നേരിട്ടും 2 അനുഗ്രഹീതമായ ലേഖനങ്ങൾ ലഭിച്ച സഭയാണ് എഫെസോസ് സഭ. എഫെസോസിൽ ഉണർവ് ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടതാണ്. മാനുഷികമായി ഇളക്കിവിട്ട ആധുനിക കാലത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഉണർവായിരുന്നില്ല. ജനം പാപബോധത്താൽ നിറയപ്പെട്ട് ശുദ്ധീകരണത്തിന് വേണ്ടി മുൻപോട്ട് വന്നു, സുവിശേഷം വ്യാപിച്ചു, വചനത്തിൻ്റെ സത്യങ്ങളിലേക്കും ആത്മീയ ഉപദേശങ്ങളിലേക്കും വന്നവർ നിശ്ചയം പ്രാപിച്ചു. അങ്ങനെ 4 നൂറ്റാണ്ടുകളോളം നിലനിന്ന അനുഗ്രഹീതമായ സഭ, ദൈവമക്കളുടെ വലിയൊരു കൂട്ടം, അനുഗ്രഹീതമായ ശുശ്രൂഷകർ, അതെല്ലാം എഫെസോസിൽ നിന്ന് രൂപപ്പെടുകയാണ്. ദൈവം ഈ തലമുറയിൽ നമ്മളെ ഏൽപ്പിച്ച ദൈവിക പ്രവൃത്തി കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. വിഗ്രഹാരാധന കൊണ്ടും മന്ത്രവാദങ്ങൾ കൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും തെറ്റായ വ്യവസ്ഥിതികൾ കൊണ്ടും ഭൗമികമായ സമ്പത്തിൻ്റെ പുറകെയുള്ള വലിയ നെട്ടോട്ടം കൊണ്ടുമൊക്കെ നിറയപ്പെട്ട ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, സുവിശേഷത്തിന് വിരോധമായി നിലനിൽക്കുന്ന വൈശാചികത നിറഞ്ഞ പട്ടണങ്ങളിൽ, സ്ഥലങ്ങളിൽ ദൈവം കണ്ടിട്ടുള്ള ജനങ്ങളെ, കർത്താവ് മുൻനിയമിച്ചിട്ടുള്ള ജനങ്ങളെ സുവിശേഷത്താൽ, വചനത്താൽ, ആ വചനത്തോടൊപ്പം വ്യാപരിക്കുന്ന കൃപാവര ശുശ്രൂഷകളാൽ കർത്താവിന് വേണ്ടി നേടാൻ നമുക്കൊരുങ്ങാം. എഫെസോസ് എന്ന കഠിന പട്ടണത്തിൽ കർത്താവിൻ്റെ വലിയ സഭയുണ്ടാകുവാൻ അന്ന് അപ്പോസ്തലന്മാരെ ദൈവം കരങ്ങളെടുത്തെങ്കിൽ ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രവർത്തികൾക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്താം. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ, ദൈവിക ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടുന്ന ആത്മീയ സഭകൾ രൂപപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യും. അതിനായി ധൈര്യത്തോടെ, കൃപയോടെ, അഭിഷേകത്തോടെ, പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ ദൈവഭൃത്യന്മാർക്ക്, വിളിയുള്ള ദൈവമക്കൾക്ക് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.